നമ്മുടെ ഹീറോ സെന്തിൽ ചെന്നൈയിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അവന്റെ ചെറുപ്പത്തിൽ പഠിപ്പിച്ച ടീച്ചേഴ്സിനെയും കൂട്ടുകാരെയും അവന്റെ നാട്ടുകാരെയും ക്ഷണിക്കാൻ അവൻ ജനിച്ചു വളർന്ന നാട്ടിലേക്ക് പോകുകയാണ്. നമ്മളെയും ക്ഷണിച്ചിട്ടുണ്ട്, നമുക്കും അങ്ങോട്ടൊന്ന് പോയാലോ? അങ്ങനെ അവൻ സുന്ദരമായ ഒരു ഗ്രാമത്തിൽ എത്തിച്ചേരുന്നുണ്ട്. അവിടെ അവന്റെ പഴയ കാര്യങ്ങൾ എല്ലാം അവന് ഓർമ്മ വരികയാണ്. അവൻ അവന്റെ വീട് കാണുന്നു. അപ്പോൾ മുത്തശ്ശിയെയും മുത്തശ്ശനെയും അച്ഛനെയും അമ്മയെയും ചെറുപ്പകാലങ്ങളിൽ സന്തോഷമായി കഴിഞ്ഞിരുന്ന ആ കാലങ്ങൾ അവൻ ഓർത്ത് സ്വയം ചിരിക്കുന്നുണ്ട്. അച്ഛൻ ഷേവ് ചെയ്യുന്നത് കണ്ട് അവൻ ഒളിച്ചു നിന്ന് അവന്റെ മീശ ചെറുതാക്കി അത് പിരിച്ചു വെക്കുകയും ചെയ്യുന്നു. അതിന് അച്ഛൻ അവനെ വഴക്കു പറയുകയും തല്ലാൻ പിടിക്കുകയും ആ മീശ അച്ഛൻ തന്നെ വടിച്ചു കളയുകയും ചെയ്യുന്നു. ആൺകുട്ടികൾക്ക് മീശ വളർന്നാൽ അപ്പന് വയസ്സായി എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞ് അവനെ ഒരുപാട് തല്ലുന്നുണ്ട്. അങ്ങനെ അച്ഛൻ തന്നെ അവന്റെ മീശ വടിച്ചു കളയുന്നു. ഇതെല്ലാം ആലോചിച്ച് അവൻ ഒരു ചെറുപുഞ്ചിരിയോടെ തന്റെ മീശ തടവുകയും അവിടെ നിന്ന് നടന്നു പോവുകയും ചെയ്യുന്നു. അവനെ കണ്ട് അവിടെയുള്ള ആളുകളെല്ലാം അവന് ചുറ്റും കൂടി വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അവൻ ഒരു സൈക്കിളിൽ ആ ഗ്രാമം മുഴുവൻ കറങ്ങുന്നു. താൻ ഓടി നടന്ന് വളർന്നത് അവൻ ഓരോന്നായി ഓർക്കുന്നു. ആദ്യം സ്നേഹിച്ചിരുന്ന പെണ്ണിനെ അയൽപ്പിയിൽ കൊടുക്കുന്നത് അവൻ ഓർക്കുന്നു. അവൻ അങ്ങനെ കൂട്ടുകാരുമായി പെൺകുട്ടികൾ ക്ലാസ്സിൽ പോകുന്നത് നോക്കി കമന്റ് അടിക്കാൻ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കൂട്ടുകാരെല്ലാവരും പെൺകുട്ടികളുടെ ബാക്കിലൂടെ നടന്ന് സ്കൂളിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഒരു ദിവസം അവൻ കലിങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്നു. അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, നീ വരുന്നില്ലേ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, എനിക്ക് ഒരാൾ വരാനുണ്ട് എന്നും. കൂട്ടുകാരൻ അവനെ കളിയാക്കി നടന്നു പോകുന്നു. കാത്തിരുന്ന് അവൾ സൈക്കിൾ ചവിട്ടി വരുന്നത് അവൻ കാണുന്നു. ഇതെന്താണ് സൈക്കിൾ വരുന്നത് എന്ന് അവൻ മനസ്സിൽ പറയുന്നുണ്ട്. അവൾ അവനോട് ചോദിക്കുന്നു, എന്താണ് സ്കൂളിലേക്ക് വരുന്നില്ലേ എന്ന്, ഇന്ന് ലീവാണോ എന്നും. അപ്പോൾ ഞാൻ കമലയെ കാത്തു നിന്നതാണെന്നും അവൻ പറയുന്നു. അങ്ങനെ അവൾ സൈക്കിൾ ഓടിക്കുമ്പോൾ അതിന്റെ പിന്നാലെ അവൻ കിതച്ചുകൊണ്ട് ഓടുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നു, പാവം, കുറെ ഓടി കിതച്ചതല്ലേ, ഞാനും ഇനി നിന്റെ കൂടെ നടക്കാം എന്ന് പറഞ്ഞ് അവൾ സൈക്കിളിൽ നിന്നും ഇറങ്ങി അവന്റെ കൂടെ നടക്കുന്നുണ്ട്. അവർ എന്തെല്ലാമോ വർത്താനങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഞാനും നാളെ അച്ഛനോട് പറഞ്ഞ് ഒരു സൈക്കിൾ മേടിക്കുമെന്നും അതേപോലെ തന്നെ അവൻ പിറ്റേന്ന് സൈക്കിളിൽ വരുന്നുണ്ട്. രണ്ടാളും കൂടെ സൈക്കിൾ ചവിട്ടി പോകുന്നു. പിറ്റേ ദിവസവും അവൻ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ കമലയെ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കൂട്ടുകാരൻ വന്ന് അവനോട് പറയുന്നു, തന്റെ കൂടെയേ ഇനി സ്കൂളിലേക്ക് വരുന്നുള്ളൂ എന്നും. അവൻ കൂട്ടുകാരനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നു, ഞാൻ ഇന്ന് സ്കൂളിലേക്ക് വരുന്നില്ല എന്നും. അവൻ പറയുമ്പോൾ ആ കൂട്ടുകാരൻ പറയുന്നു, ഞാനും ഇന്ന് ലീവാണ് എന്ന്. കൂട്ടുകാരനെ കല്ലെടുത്തെറിഞ്ഞ് അവൻ ഓടിക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ കമല സൈക്കിൾ ഉന്തിക്കൊണ്ട് വരുന്നത് കാണുന്നു. അവൻ വേഗം അവന്റെ സൈക്കിളിന്റെ ടയറിന്റെ കാറ്റഴിച്ചു വിടുകയും സൈക്കിൾ ഉന്തി അവളുടെ കൂടെ നടന്ന് വരികയും ചെയ്യുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നമ്മുടെ രണ്ടാളുടെയും സൈക്കിളിന്റെ ടയർ ഒന്നിച്ച് പഞ്ചറായെന്നും നമ്മൾ രണ്ടാളും അത്ര മേച്ചാണെന്നും. അപ്പോൾ അവളുടെ അച്ഛൻ വരികയും എന്താണ് സൈക്കിൾ ഉരുട്ടിക്കൊണ്ടു പോകുന്നതെന്ന് അവളോട് ചോദിക്കുകയും ചെയ്യും. സൈക്കിൾ പഞ്ചറാണ് അച്ഛ എന്ന് അവൾ പറയുമ്പോൾ ഈ സൈക്കിൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് അയാളുടെ സൈക്കിൾ അവൾക്ക് കൊടുത്ത് അവളെ പറഞ്ഞയക്കുന്നു. അപ്പോഴാണ് അയാൾ സെന്തിലിനെ കാണുന്നത്. അയാൾ സെന്തിലിനോട് ചോദിക്കുന്നു, തന്റെ സൈക്കിളും പഞ്ചറാണോ എന്ന്. രണ്ടുപേരുടെയും സൈക്കിൾ ഒന്നിച്ച് പഞ്ചറാകുന്നത് അത്ര നല്ലതല്ലല്ലോ എന്ന് അയാൾ അവനോട് ചോദിക്കുന്നു. അവൻ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ ദിവസേന അവൻ അവിടെ ഇരിക്കുകയും അവർ രണ്ടാളും ഒന്നിച്ച് സ്കൂളിൽ പോകുകയും ചെയ്യുന്നു. ഇതിന്റെ ബാക്കി പാർട്ടിന് വേണ്ടി ഒന്ന് സബ് ചെയ്യാൻ മറന്നേക്കല്ലേ.